നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ധർമാധാരാ ധനാധ്യക്ഷ ധനധാന്യവിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. ധർമാധാര വേദവീതങ്ങളായ ധർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും ആധാരമായിട്ട് ഇരിക്കുന്നവള്. ധനാധ്യക്ഷ എല്ലാ സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും സമ്പത്തിനെയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവള്. ധനധാന്യ വിവർദ്ധിനി ധനധാന്യങ്ങളെ വർദ്ധിപ്പിക്കുന്നവള്. വിപ്രപ്രിയ ജ്ഞാനികളുടെ, അതായത് ജ്ഞാനികളായ ബ്രാഹ്മണർക്ക് പ്രിയമായിരിക്കുന്നവള്. അത് ബ്രാഹ്മണരെ എന്ന് പറയുമ്പോൾ എന്താണ്? അറിവുള്ളവരെ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അറിവുള്ളവരെ, എന്തിനെക്കുറിച്ചുള്ള അറിവ് വേണം? ഇന്ന് ലോകത്ത് ആളുകൾക്ക് പലതരത്തിലുള്ള അറിവുകളാണ്. എന്തിനെക്കുറിച്ചുള്ള അറിവാണ് വേണ്ടത്? ദേവിയെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ ദേവിയെക്കുറിച്ചുള്ള അറിവ് ഉള്ള ആളുകൾക്ക് പ്രിയമായിരിക്കുന്നവള്. വിപ്രരൂപ, വിപ്രപ്രിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായിരിക്കുന്ന ആളുകൾക്ക് പ്രിയമായിരിക്കുന്നവള്. വിപ്രരൂപ ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്നവള്, അറിവിൻ്റെ മൂർത്തിമത് ഭാവമായിരിക്കുന്നവള്. വിശ്വഭ്രമണകാരിണി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണയായവള്. അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നത് ദേവിയാണ്. അതിന് കാരണീഭൂതയായവള്. വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർയോനിനിലയ കുടസ്ഥ കുളരൂപിണി. വിശ്വഗ്രാസ പ്രളയകാലത്ത് വിശ്വത്തെ മുഴുവൻ വിഴുങ്ങുന്നവൾ, അതായത് തൻ്റെ ഉള്ളിലേക്ക് ലയിപ്പിക്കുന്നവൾ. വിദ്രുമാഭ പവിഴത്തിൻ്റെ പ്രകാശത്തോട് കൂടിയവൾ. വൈഷ്ണവി വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളവൾ, അത് സപ്തമാതൃക്കളിൽ ഒരുവൾ എന്നും ഇവിടെ വ്യാഖ്യാനിക്കാം. വിഷ്ണുരൂപിണി വിഷ്ണുവിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ. അയോനി തനിക്ക് ഉത്ഭവസ്ഥാനമായിട്ട് ഇല്ലാത്തവൾ. അത് നമ്മൾ പറഞ്ഞു നേരത്തെ, ജനന മരണാദികളില്ലാത്തവൾ. അപ്പോൾ ദേവിയുടെ അവതാരം അല്ലെങ്കിൽ ദേവിയുടെ ജനനം എന്ന് പറയുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. യോനി നിലയ എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനമായവൾ. അത് തനിക്കൊരു ഉത്ഭവമില്ല, പക്ഷെ താനാണ് ഈ സർവചരാചരങ്ങളുടെയും ഉത്ഭവസ്ഥാനമായിട്ട് നിലകൊള്ളുന്നവൾ. വളരെയധികം വ്യക്തമായിട്ടത് മനസ്സിലാക്കണം. അതായത് മൂലപ്രകൃതിയായും ജഗത്തിനെ തങ്കൽ ലയിപ്പിക്കുന്നവളായും ഇരിക്കുന്നവൾ. ഈ പ്രപഞ്ചം മുഴുവൻ തന്നിൽ ലയിക്കുന്നു, എന്നാൽ താൻ ഒന്നിലും ലയിക്കുന്നില്ല. അത് തനിക്ക് ജനനമോ മരണമോ ഇല്ല, എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരങ്ങളുടെയും ജനനവും മരണവും നിയന്ത്രിക്കുന്നത് ദേവിയാണ്. കുടസ്ഥ വാഗ്ഭാവാദി കുടത്രയത്തിൽ ഇരിക്കുന്നവള്. കുളരൂപിണി കൗളമാർഗത്തിലുള്ള ഉപാസനയുടെ രൂപത്തിലുള്ളവൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, കൗളമാർഗ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിയെ സംബന്ധിക്കുന്ന ആരാധനയുടെ രൂപത്തിൽ ഉള്ളവൾ. നമ്മൾ നേരത്തെ തന്നെ ആദ്യ ഭാഗത്ത് തന്നെ, ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യ നാഥരൂപിണി വിജ്ഞാനകലനാ കല്യ വിദഗ്ധ ദൈന്യവാസന. വീരഗോഷ്ഠിപ്രിയ വീരന്മാരായ ഭക്തന്മാരുടെ സമൂഹങ്ങളെ ഇഷ്ടപ്പെടുന്നവള്. വീര വീര്യമുള്ളവള്, പരാക്രമശാലിയായവള്. നൈഷ്കർമ്മ്യ യാതൊരു കർമ്മമായും ബന്ധമില്ലാത്ത അവസ്ഥയിലുള്ളവൾ. അല്ലേ, യാതൊരു കർമ്മവും ദേവിയെ ബാധിക്കുന്നില്ല. നാദരൂപിണി നാദബ്രഹ്മത്തിൻ്റെ രൂപത്തിലുള്ളവൾ. വിജ്ഞാനകലന ബ്രഹ്മസാക്ഷാത്കാരത്തെ ചെയ്യുന്നവൾ. കല്യ മംഗളരൂപിണി
കലകളിൽ സാമർഥ്യമുള്ളവൾ എന്നും പറയുന്നു. വിദഗ്ധ, എല്ലാ കലകളിലും വൈദഗ്ധ്യമുള്ളവൾ. നമ്മളറിയില്ലേ, എല്ലാ സകല കലാ ദേവതയാണെന്ന് പറയില്ലേ, എല്ലാ കലകളുടെയും ദേവതയാണ്. ഇനി ഭൈന്ദവാസന, ശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. തത്വാധിക, തത്വമയി, തത്വമർത്ഥസ്വരൂപിണി, സാമഗാനപ്രിയ, സൗമ്യ, സദാശിവകുടുംബിനി. തത്വാധിക, എല്ലാ തത്വങ്ങളെയും അതിക്രമിച്ച് നിലകൊള്ളുന്നവൾ. അതായത് പ്രളയം വരെ നിൽക്കുന്ന 36 വസ്തുക്കളിലും വെച്ച് അവയുടെ നാശത്തിനും സ്ഥിതി ചെയ്യുന്നവൾ. അതായത് അവയുടെ അവസാനത്തിലും അവസാനം വരെ ഉള്ളവൾ, സ്ഥിതി ചെയ്യുന്നവൾ. തത്വമയി, ഞാൻ തന്നെ എല്ലാ തത്വങ്ങളുടെയും സ്വരൂപത്തിലുള്ളവൾ. അത് ദേവി തന്നെയാണ്. തത്വമയി എന്ന് പറഞ്ഞാൽ താൻ തന്നെയാണ് എല്ലാ തത്വങ്ങളുടെയും സ്വരൂപത്തിലുള്ളവൾ. തത്വമർത്ഥസ്വരൂപിണി, തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥമായിരിക്കുന്നവൾ. അല്ലേ, നമ്മൾ തത്വമസി എന്ന് പറയുമ്പോൾ ആരെയാണോ നീ തേടി നടക്കുന്നത് അത് നീ തന്നെയാണ്, അത് നിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള മഹാവാക്യമാണ് തത്വമസി. സാമഗാനപ്രിയ, സാമവേദഗാനം പ്രിയമായിട്ടുള്ളവൾ. സൗമ്യ, സോമയാഗത്തിലെ ഉദ്ദിഷ്ട ദേവതയായവൾ അഥവാ സൗമ്യ സ്വഭാവത്തോട് കൂടിയവൾ. വളരെയധികം സൗമ്യയായിരിക്കുന്നവൾ എന്ന് പറയുമ്പോൾ വളരെയധികം ശാന്തസ്വരൂപിണിയായിരിക്കുന്നവൾ. സദാശിവ കുടുംബിനി, സദാശിവൻ്റെ ധർമ്മപത്നി ആയവൾ. സവ്യാപസവ്യ മാർഗസ്ഥ, സർവാഭനിവാരിണി, സ്വസ്ഥാ സ്വഭാവമധുര, ധീര ധീരസമർച്ചിത. സവ്യാപസവ്യ മാർഗസ്ഥ, സവ്യ അപസവ്യ എന്ന് പറഞ്ഞാൽ സമയ കൗള മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. സൂര്യമണ്ഡലത്തിൻ്റെ ഇടത്തും വലത്തും മധ്യത്തിനുമുള്ള മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും, ഇട പിങ്കള സൂക്ഷ്മന മാർഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും പറയാം. സർവാപനിവാരിണി, എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യുന്നവൾ. സർവാപനിവാരിണി, എല്ലാ ആപത്തിനെയും ദൂരെ കയറ്റുന്നവൾ. സ്വസ്ഥ, തന്നിൽ തന്നെ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നവൾ എന്നും, സ്വർഗത്തിൽ വസിക്കുന്നവൾ എന്നും. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വസ്ഥമായ ഇടം എന്നാണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷമുള്ള ഇടം എന്നാണ്. അപ്പോൾ ആ സന്തോഷമായിരിക്കുന്ന ആസനത്തിൽ ഇരിക്കുന്നവൾ. സ്വഭാവമധുര, മധുരമായ സ്വഭാവത്തോടു കൂടിയവൾ. ദേവിയുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം നമുക്കെപ്പോഴും ഉൾക്കൊള്ളാവുന്നതും സ്വീകരിക്കാവുന്നതും ആണ്. കാരണം അതെന്താണ്? മധുര സ്വഭാവത്തോട് കൂടിയാണ്. സ്വവാസം മധുരാപുരിയിലായവൾ എന്നും അർത്ഥമുണ്ട്. മധുര മീനാക്ഷി എന്നും ഇവിടെ നമുക്ക് അർത്ഥം പറയാം. ഇനി ധീര, ധൈര്യശാലിയായവൾ. ധീരസമർച്ചിത, ജ്ഞാനികളാലും ധീരന്മാരാലും അർച്ചിക്കപ്പെടുന്നവൾ.